നോക്കിയേ കണ്ടോ, 8 രൂപ മുതലാണ് ഇവിടുത്തെ വളങ്ങളുടെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഒരുപാട് കർഷകർക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടി പോവുകയാണ്. ഇത് കണ്ടില്ലേ, ഏറ്റവും ക്വാളിറ്റിയുള്ള വളങ്ങളാണ് കർഷകരിലേക്ക് ഈ ഒരു പ്രൈസിൽ എത്തിക്കുന്നത്. കേരളത്തിലോ ഇന്ത്യയിലോ ഈ റേറ്റിന് എല്ല് പൗഡർ ഇത്രയും റേറ്റ് താത്തിയിട്ട് ഒരാളും കൊടുക്കുന്നില്ല. കിലോ 13 രൂപ. 13 രൂപ. ആട്ടുംകാട്ടം പൊടിച്ചത് നമ്മൾ 10 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. 10 രൂപ. 10 രൂപ. വേണ്ട ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക്, അത്തരം അസുഖങ്ങൾക്ക് അതിനെല്ലാം ഉപയോഗിക്കാൻ പ്യുവറായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് കസ്റ്റമറിലേക്ക്, അതാണ് ഈ ഒരു ഫാക്ടറി മുന്നോട്ട് വെച്ച കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 1 വർഷത്തിന് മുമ്പ് ഇവിടെ വന്നതാണ്. അന്ന് തുടങ്ങിയ ബന്ധമാണ് ഈ ഒരു ഫാക്ടറിയുമായിട്ട്. അന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ വരുന്നത് 1 വർഷത്തിന് ശേഷം ഇന്നാണ്. ഈ ഒരു ഫാക്ടറിയിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും, ക്വാളിറ്റിയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉറപ്പാക്കാൻ വേണ്ടി സാധിക്കും. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ? വന്നോളൂ. നമുക്ക് ആദ്യം ഈ ഒരു ഫാക്ടറിയുടെ ഓണർ എന്ന് പരിചയപ്പെടാം. സാർ നമസ്കാരം. നമസ്കാരം. ഓക്കെ, നമ്മുടെ കമ്പനിയെ കുറിച്ചൊന്ന് പറയാമോ? പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്ക് കൊഴിഞ്ഞാമ്പാറ, ഓക്കെ, അവിടെയാണ് നമ്മുടെ ഈ സ്ഥാപനം ഉള്ളത്. സ്ഥാപനത്തിൻ്റെ പേര് സൺറൈസ് ഫെർട്ടിലൈസർ എന്നാണ്. ഓക്കെ. കർഷകരുടെ എന്താ പറയുക ഉന്നമനം, അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടി ഒരു സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കഴിഞ്ഞ 17 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു നമ്മുടെ ഈ സ്ഥാപനം. ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും വിലക്കുറവിൽ കർഷകരെ സഹായിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ കർഷകരും നേരിട്ട് കമ്പനിയും എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണത്. അത് വളരെ നല്ല രീതിയിൽ വിജയകരമായിട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഓക്കെ, സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു വീഡിയോ വന്ന സമയത്ത് ഞാനോ സാറോ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല ഇത്ര രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ സാറിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കമ്പനികളിലേക്ക് സപ്ലൈ ഉണ്ടായിരുന്നു അല്ലേ? അവർ വഴിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴേക്ക് അവരിനി പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് സാറ് വന്നു. കസ്റ്റമർക്ക് സാറിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വാങ്ങാനുള്ള ഒരു സൗകര്യം കൊണ്ടുവന്നു. അപ്പോൾ അത് ഞങ്ങളെ വിളിച്ചാണ് പറഞ്ഞത്, എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ട്, കസ്റ്റമറിലേക്ക് ഈ ഫാക്ടറിയിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ എത്തിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങളൊന്ന് ഫാക്ടറിയിലോട്ട് നേരിട്ട് വരണം. വന്നതിന് ശേഷം ഇവിടുത്തെ വിലകളും ക്വാളിറ്റിയും എല്ലാം നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം നിങ്ങളൊരു വീഡിയോ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ക്ലിയറായിട്ട് പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു, എല്ലാം കണ്ടു. അതിനുശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കണ്ടപ്പോഴേക്ക് ഞങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത്, എല്ലാം റെഡിയാക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെ ഒരുപാട് കമ്പനിക്കാരുടെ ചാക്കുകൾ മറ്റത് കണ്ടു, അവരുടെ ബ്രാൻഡുകൾ. പക്ഷേ അതൊന്നും ഞങ്ങൾ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞു അതിൽ വീഡിയോയിൽ ഒരുപാട് പേര് ഇതുപോലെ റീബ്രാൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ വില ഇത്രയും വ്യത്യാസമുണ്ട്. ശരിക്കുമുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ് ഇതാണ് കേരളത്തിലെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇവിടുന്ന് വാങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്തു. സാറിനെ അതിൻ്റെ പേരിൽ ഒരുപാട് പേര് ക്രൂശിച്ചു. ഒരുപാട് ഹോൾസെയിലായിട്ട് എടുത്തുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സ് സാറിന് നഷ്ടപ്പെട്ടു. പക്ഷേ എന്നാലും 1 വർഷത്തിന് ശേഷം സാറ് വീണ്ടും വിളിച്ചിട്ട് പറയാണ് എനിക്കൊരു വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ട്. കർഷകരുടെ ഫീഡ്ബാക്കുകൾ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ 1-2 പുതിയ പ്രോഡക്റ്റുകൾ, റിസൾട്ട് കൂടിയ പുതിയ പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കർഷകരിലേക്ക് എത്തിക്കണം. മുൻപത്തെ പ്രോഡക്റ്റുകൾക്ക് നിങ്ങൾ 1 വർഷത്തിന് മുമ്പ് എത്രയാണോ വില പറഞ്ഞത് ആ വിലയിൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷത്തിൽ ഞാനും സാറും ഒത്തിരി സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് ഈ ഒരു എന്തൊക്കെ പ്രോഡക്റ്റാണുള്ളത്, അതിൻ്റെ വിലകൾ, എല്ലാ കാര്യങ്ങളും അല്ലേ നമുക്കൊന്ന് പറയാമല്ലോ? തീർച്ചയായിട്ടും. നമ്മുടെ പഴയൊരു വീഡിയോ ഞങ്ങൾ 1 വർഷത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ഈ ഒരു ഫാക്ടറിയിൽ നിന്നും ലഭിക്കുന്ന പ്രോഡക്ട്സിന്റെ വിലയായാലും ക്വാളിറ്റി ആയാലും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. ഒരുപാട് പേർ ഇപ്പൊ കസ്റ്റമർ ആണല്ലേ സാർ? ഒരുപാട് പേര് വിളിച്ചു, ധാരാളം പേര് ഉപയോഗിക്കുന്നുണ്ട്, വീണ്ടും ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടും ഇരിക്കുന്നു. ആ വീഡിയോ സാറിന് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു? നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. എന്തായാലും ഹാപ്പി ആണല്ലോ? ഹാപ്പിയാണ്, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ അതിനുശേഷം വേറെ ഒരു വീഡിയോ സാർ ചെയ്തിട്ടില്ലല്ലേ? ഇല്ല, വേറെ ഒരു ചാനലിലേക്ക് വീഡിയോ ചെയ്തിട്ടില്ല. ഞങ്ങളൊന്ന് ആ ഒരു ഇവിടെ ഒന്ന് ചെയ്ത ആ ഒരു വീഡിയോ മാത്രം തന്നെയാണ് യൂട്യൂബിലുള്ളത്. ഏറ്റവും വിലക്കുറവിൽ കേരളത്തിലെ വളങ്ങൾ വിൽക്കുന്ന ഒരു ഫാക്ടറി തന്നെയാണിത്. അത് എല്ലാവർക്കും അറിയാം. ഇതിനേക്കാളും വിലക്കുറവിൽ ആരും തന്നെ കേരളത്തിൽ ചെയ്യുന്നില്ല. അത് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അത് സാറിന് വരുന്ന കോളായാലും ഭീഷണിയായാലും എല്ലാം അതിന്റെ വഴിക്ക് വരുന്നുണ്ട്.
ഞങ്ങൾ ആ വീഡിയോ ഇട്ടപ്പോൾ പോലും അതിൽ ഞാൻ ക്യാപ്ഷനായിട്ട് എഴുതിയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഷൂട്ടിന് വന്നപ്പോഴേക്കും ഇവിടെ വന്ന് കുറച്ച് പേര് പർച്ചേസ് ചെയ്തിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് ഞങ്ങളുടെ ഷൂട്ടിന് വന്നിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വിട്ടതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭീഷണി കോൾ ഉണ്ടായിരുന്നു, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഷോപ്പിൻ്റെ പരസ്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓഫറൊക്കെ വന്നിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾ ആ ഒരു ക്യാപ്ഷൻ തന്നെ വെച്ചുകൊണ്ട് ഭീഷണി വന്നിരുന്നു എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അത് ഇപ്പോഴും സാർ ഇവിടെ വന്നപ്പോഴും പറഞ്ഞത് ഇന്നലെ കൂടെ ഒരു കോൾ ഉണ്ടായിരുന്നു അല്ലേ? കോൾ ഉണ്ടായിരുന്നു അത്യാവശ്യം എന്താ നല്ലപോലെ ആഴ്ചയിൽ 1-2 ഭീഷണി കോളുകൾ നിർബന്ധമായും വന്നിരിക്കും. ഞങ്ങൾക്ക് വരും, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫിന് വരും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ റേറ്റിന് കൊടുക്കാൻ പറ്റുന്നത്, ഏതാണെന്ന് പറഞ്ഞ വൻ ഭീഷണിയാണ്. ഇത് മുഴുവൻ മായമാണ് എന്നുള്ളൊരു ഇതിന് പുറമേ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പല മെസ്സേജ് രൂപത്തിലും ചില കമ്പനിക്കാർ, പക്ഷെ അതൊന്നും നമുക്ക് വിഷയമില്ല. കർഷകരാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. അവരെന്നെ വീണ്ടും എടുക്കുന്നുണ്ട്. 100% ചിലപ്പോൾ എല്ലാവരും സാറ്റിസ്ഫൈ ആവണമെന്നില്ല. കർഷകരിലും ചിലവർ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവരുണ്ട്. ഞങ്ങൾ അവരോട് നിർബന്ധിച്ച് വീണ്ടും നിങ്ങളിത് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയുമെന്ന് പറഞ്ഞ് അവരെ വീണ്ടും നമ്മളത് പ്രോത്സാഹിപ്പിക്കാറുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു വിലക്കുറവിൽ ആരും തന്നെ ചെയ്യുന്നില്ല. ഇനി മാർക്കറ്റാണ് ലക്ഷ്യമെങ്കിൽ സാറിന് അന്ന് ഞങ്ങൾക്കൊരു വീഡിയോ തന്നിരുന്നു. അതിനുശേഷം ഒരുപാട് കൃഷി ചാനലുകൾ ഉള്ളതാണ്. അപ്പോൾ അതിലൊന്നും സാർ വീഡിയോ ചെയ്തിട്ടില്ല. ഇത്രയും ഗ്യാപ്പിനിടയ്ക്ക് ഒരു നല്ലൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങളെ തന്നെ വിളിച്ചു, ഇതുപോലെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്, ഒരുപാട് നല്ല റിസൾട്ടാണ്, അപ്പോൾ നമുക്കൊന്ന് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണെന്ന് ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെ സെക്ഷനിലാണ്. ഓരോ പ്രോഡക്റ്റും വില ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ട് ഇതിൽ പറയുന്ന വിലകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് പ്രോഡക്റ്റ് ലഭിക്കുക. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ചെയ്തിട്ടായാലും ഒരുപാട് പേർക്ക് അവസാനം അത്രയും കോൾ വന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. അല്ലാതെ വീഡിയോയിൽ പറഞ്ഞ വിലയിൽ നിന്നും എന്തെങ്കിലും കൂട്ടി വാങ്ങിയെന്നോ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഈ ഇത്രയും ഒരു തള്ളിക്കയറ്റം സാർ പ്രതീക്ഷയില്ലായിരുന്നു അല്ലേ? ശരിയല്ലേ? തീർച്ചയായും. അപ്പോൾ അതുകൊണ്ടുണ്ടായ ഈ കുറച്ച് ബുദ്ധിമുട്ട് മാത്രമല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ്സ്. സാർ ഏകദേശം ഒരു 12 പ്രോഡക്റ്റുകളാണ്. 12 പ്രോഡക്റ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പ്രോഡക്റ്റ്, അതിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ വില എങ്ങനെയാണ് എന്നെല്ലാം നോക്കാം. ഇത് സൺറൈസ് ഫെർട്ടിലൈസറിന്റെ ന്യൂട്രി ഫിഷ് എന്ന് പറയും. അതായത് മീൻ വളവും വേപ്പ് മിണ്ണാക്കും ചേർന്ന് ഉണ്ടാക്കുന്ന വളമാണ് ന്യൂട്രി ഫിഷ്. ഇത് 1 കിലോൻ്റെ വില എന്ന് പറയുന്നത് 11 രൂപയാണ്. അതേപോലെ തന്നെയാണിത് പോട്ടിംഗ് മിക്സ്. പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. എന്താ പറയുക, മണ്ണും വളവും ചേർന്നിട്ടുള്ളതാണ്. ഗ്രോ ബാഗിലോ മറ്റുള്ള വലിയ സിറ്റീസിലെല്ലാം കൊണ്ടുപോയി റെഡി ടു യൂസ് എന്ന് പറഞ്ഞ പോലെ ഗ്രോ ബാഗിലിടുക, തൈകൾ നടുക. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ്. ഈ വിലയ്ക്ക് എവിടെയും കൊടുക്കാൻ സാധിക്കില്ല. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ 8 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ന്യൂട്രി ഫിഷിൻ്റെ വില 30 രൂപയാണ് കിലോ. 30 രൂപയാണ്. അപ്പോൾ ഒരു ബാഗ് 50 കിലോൻ്റെ വാങ്ങുമ്പോൾ ഏകദേശം 1500 രൂപ ഇവിടെ ആവും. അതേപോലെ തന്നെയാണ് പോട്ടി മിക്സ്. 20 രൂപയ്ക്ക് മേലെയാണ് പലരും പല വിധത്തിൽ പല റേറ്റിലാണ് വാങ്ങുന്നത്. 30 രൂപ വരെയും വാങ്ങുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നത് വെറും 8 രൂപ. 8 രൂപ റേറ്റ്. അപ്പോൾ ചാക്ക് കിടക്കുമ്പോൾ എന്തുമാത്രം വ്യത്യാസം ഉണ്ടാവില്ലേ? വല്ലാത്ത വ്യത്യാസം വരും. ഒരു ലോൺ എടുക്കുമ്പോൾ അത്രയും വരും. ഓക്കെ. അപ്പോൾ സാധാരണ കർഷകർ എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, 3 ഇരട്ടി 4 ഇരട്ടി വിലയ്ക്കാണ് മാർക്കറ്റിൽ ഈ സാധനം കിട്ടുന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് ആൾക്കാർ പല ബാഗുകളിലാക്കി പല ബ്രാൻഡിലാക്കി കൊണ്ടുപോയി ആ റേറ്റിനാണ് പുറത്ത് വിൽക്കുന്നത്. ഓക്കെ. അവർ തന്നെയാണ് ടീമായിട്ട് നെഗറ്റീവ് പറയാനായിട്ട് നമ്മളെ ആക്രമിക്കുന്നതും നമ്മളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതും എല്ലാം ഇവിടുന്ന് കൊണ്ടുപോകുന്ന പല ആൾക്കാർ തന്നെയാണ്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കസ്റ്റമറിലേക്ക് ഇറങ്ങാൻ പാടില്ല അല്ലേ? അങ്ങനെ ആർക്കൊക്കെയോ ഭീഷണി കോളുകൾ സ്ഥിരമായിട്ട് കേട്ട് മടുത്തു. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പേടി തോന്നുന്നില്ലല്ലേ? ഇല്ല, സ്ഥിരമായിട്ട് ഇപ്പൊ കുറെ കാലമായിട്ട് ഇപ്പൊ സ്ഥിരം കേൾക്കലാണ്. അത് കാരണം ഇപ്പോൾ അത്തരത്തിലുള്ള ഭയമൊന്നും ഇല്ല. ഇത് നമ്മുടെ സൺ ബ്രാൻഡിന്റെ ആട്ടുംകാട്ടം പൊടിച്ചതാണത്. ആട്ടുംകാട്ടം പൊടിച്ചത് നമ്മൾ 10 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. 10 രൂപ. ഈ 10 രൂപയ്ക്കല്ല മാർക്കറ്റിൽ വിൽക്കുന്നത്. 12ഉം 15ഉം ഏറ്റവും ലോയസ്റ്റ് ഞാൻ കണ്ടിരിക്കുന്നത് 12 രൂപയാണ്. അതിന് മേലെയാണ് 15ഉം 20 രൂപയ്ക്കൊക്കെയാണ് മാർക്കറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് 10 രൂപയ്ക്ക് നമ്മൾ ഒറിജിനൽ ആട്ടുംകാട്ടം പൊടിച്ചത് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചാണകം എന്ന് പറയുന്നത് കേരളത്തിലല്ല, ഇന്ത്യയിൽ ആരും ഇത്രയും റേറ്റിന് താത്തി കൊടുക്കേണ്ടത് എനിക്കറിയില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കർണാടകയിൽ നിന്നടക്കം ഇവിടെ വന്നിട്ട് ബൾക്കായിട്ട് 10 ടണ്ണും 15 ടണ്ണും പൊടിച്ചത് ഇഞ്ചി കർഷകരും അതുപോലെ തന്നെ മറ്റേ അടയ്ക്ക കൃഷിക്കാരും
ഇഷ്ടം പോലെ നമ്മുടെ നിന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്. എന്താണ് നമ്മുടെ വില? നമ്മുടെ വില 8 രൂപയാണ്. 8 രൂപ? 8 രൂപ, അതെ. ഈ 8 രൂപയ്ക്ക് ഇന്ത്യയിൽ തന്നെ ഈ ഇത്രയും താഴ്ന്ന റേറ്റിൽ എന്താ പറയുക കൗഡങ് കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഇത് വേണമെങ്കിൽ ചാലഞ്ച് ചെയ്യാം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റേറ്റ് കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇത് കർഷകർ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ കർണാടകയിലുള്ള അടയ്ക്ക കൃഷിക്കാർ പോലും ബൾക്കായിട്ട് 10 ടണ്ണും 15 ടണ്ണും ഇവിടുന്ന് ചാണകപ്പൊടി നമ്മുടെ നിന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കർഷകർക്ക് ഇത്രയും വില കുറഞ്ഞ് കൊടുക്കുന്ന ഒരു സ്ഥാപനം കേരളത്തിലില്ല. അത് യാതൊരു സംശയമില്ല. ഇനി ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന് ഞങ്ങളൊരു ചോദ്യം അങ്ങോട്ട് കർഷകരോട് ഒരു ഓപ്പൺ ചാലഞ്ചാണ് ചോദിക്കുകയാണ്. അതുപോലെ തന്നെയാണത് സൺ ബ്രാൻഡിൻ്റെ വെർമി കമ്പോസ്റ്റാണ്. ഇതിന് വില 9 രൂപയാണ് കിലോ. സാധാരണ വെർമി കമ്പോസ്റ്റ് എല്ലാം മാർക്കറ്റിലെ ഏറ്റവും ചുരുങ്ങിയ വില 14 മുതൽ അങ്ങോട്ടാണ്. അത് നമ്മൾ ഇവിടെ 9 രൂപ. അപ്പോൾ തന്നെ നമുക്ക് 5 രൂപ ഒരു കിലോയിലും ഒരു ബാഗിൽ ഏകദേശം ഒരു 250 രൂപയുടെ മുതൽ 300 രൂപ വരെ വ്യത്യാസം കർഷകർക്ക് ലഭിക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ഒരു ബാഗിന് 300 രൂപയുടെ വ്യത്യാസമാണ് ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. 50,000 രൂപ 60,000 രൂപയുടെ വ്യത്യാസം നമുക്ക് വരും. അതുപോലെ തന്നെയാണ് ചകിരി കമ്പോസ്റ്റ്. ഇത് നമ്മൾ അതേ റേറ്റിന് 9 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതേ വില വ്യത്യാസം കർഷകർക്ക് കിട്ടുന്നു. ഇതെല്ലാം വേർപിത്ത് കമ്പോസ്റ്റ് എല്ലാം ബ്ലോക്കായിട്ടും അല്ലെങ്കിൽ കിലോ ആയിട്ടൊക്കെ വാങ്ങുകയാണെങ്കിൽ 20-25 രൂപ ലോക്കൽ മാർക്കറ്റുകളിൽ സാധന വില. ഈ രണ്ട് ഐറ്റവും നമ്മളിവിടെ കൊടുക്കുന്നത് 9 രൂപയ്ക്ക് അല്ലേ? അതെ. അപ്പോൾ ഇത് നമ്മുടെ അതേപോലെ തന്നെയാണ് സൂപ്പർ മീൽ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റാണ്. കുറേ കാലങ്ങളായിട്ട് നമ്മളിത് ഇത് പ്രൊഡക്ഷനിലുണ്ട്. വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പ് മിണ്ണാക്ക്, എല്ലുപൊടി, വെർമി കമ്പോസ്റ്റ് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത ഒരു നല്ല മൂവിങ് ഉണ്ട്. 23 രൂപയാണ് കിലോ റേറ്റ്. മാർക്കറ്റിൽ 40 രൂപയും കൂടെ 40 രൂപ ഒരു കിലോയിൽ ഒരു 17 രൂപയെങ്കിലും വ്യത്യാസം വരും. അപ്പോൾ ഒരു ചാക്കിലാകുമ്പോൾ 800 രൂപ 850 രൂപയുടെ വ്യത്യാസം ഒരു ചാക്കില് കർഷകർക്ക് ഇവിടുന്ന് നേരിട്ട് ഈ സൂപ്പർ മീൽ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറിലേക്ക് എത്താൻ ആരും വിടാറില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഞങ്ങൾ എടുത്തെടുത്ത് ഞാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെക്ക് ചെയ്യാം. ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് പ്രോഡക്റ്റ് വാങ്ങുകയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ വാങ്ങുന്ന ഷോപ്പിലോ ഒന്ന് അന്വേഷിച്ച് നോക്കാം ഈ പ്രോഡക്റ്റിൻ്റെ ഒക്കെ വില അല്ലേ, അതിൻ്റെ റേറ്റ് ചോദിച്ചു നോക്കാം. കിലോയുടെ കാര്യം ചോദിച്ചാൽ മതി. ഞങ്ങൾ കിലോയുടെ റേറ്റാണ് പറഞ്ഞു പോകുന്നത്. ഒരു കിലോ നമ്മുടെ റേറ്റ് 23 രൂപ. സർ അടുത്ത് ബോൺ പൗഡർ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ഫൈൻ പൗഡറായിട്ട് ഇത് നമ്മൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോകളിലും പറഞ്ഞു പോയിരുന്നു, കാണിച്ചു കൊടുത്തു. നല്ല ഫൈൻ പൗഡർ ആയിട്ടുള്ളത് നല്ല മൂവിങ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിക്കും അത് പെട്ടെന്ന് മണ്ണിൽ ലയിച്ച് ചേരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണത്. മറ്റ് സാധാരണ എല്ലുപൊടി കുറേ സമയമെടുക്കും മണ്ണിൽ. എല്ല് പൗഡർ, ഫൈൻ പൗഡർ, ടാൽക് പൗഡർ, നമ്മുടെ ഫേസിലിടുന്ന പൗഡറിനെ പോലെ അത്രയും വളരെ നൈസായിട്ടുള്ള പൗഡറാണ്. വേറൊരു പ്രത്യേകതയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേറ്റിന്, അതായത് ഇപ്പോൾ റേറ്റ് ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ, എന്നാലും പറയണേ ഈ റേറ്റിന് കേരളത്തിലോ ഇന്ത്യയിലോ ഈ റേറ്റിന് എല്ല് പൗഡർ ഇത്രയും റേറ്റ് താത്തിയിട്ട് ഒരാളും കൊടുക്കുന്നില്ല. അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ഈ വേളയിൽ ഞാൻ പറയുന്നു. കിലോ 13 രൂപ, വെറും 13 രൂപ. അത് കഴിഞ്ഞ വർഷം അതേ റേറ്റ് ആയിരുന്നു, ഈ വർഷവും അതേ റേറ്റ് തന്നെയാണ്. ഈ വർഷവും അതേ റേറ്റ് നമ്മൾ തുടരും. 13 രൂപയ്ക്ക് നമ്മൾ ആണ് ബോൺ പൗഡർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ 13 രൂപ എടുത്ത് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഏതൊരു പ്രോഡക്റ്റ് ആയാലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇപ്പം ഒരു വർഷത്തിന് പുറത്തായി ഞാൻ ഇവിടെ ഒന്ന് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഏതൊരു പ്രോഡക്റ്റിന് ഇപ്പോൾ മാർക്കറ്റിൽ വില കൂടിയിട്ടുണ്ട്. മുൻപത്തെക്കാൾ ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്ക് ഏതൊരു പ്രോഡക്റ്റിനാലും വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ എത്ര രൂപ വിലയുണ്ട് സാർ ഇതിന്? ഇത് 30 രൂപയ്ക്ക് മേലെയാണ് നമ്മുടെ നിന്ന്. അത് ഇത്ര ഫൈൻ പൊടിയല്ല കിട്ടുന്നത്. അല്ല ഇത്ര ഫൈൻ പൊടി കിട്ടില്ല. അടുത്ത് കാണാൻ പോകുന്നത് ബോൺ മീലാണ്. സാധാരണ നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന പോലത്തുള്ള ബോൺ മീൽ തന്നെ. അത് ആസ് യൂഷ്വൽ നമ്മൾ വില പറഞ്ഞുകൊണ്ടിരുന്നു. 40-45 ഇടയ്ക്കാണ് മാർക്കറ്റിലെല്ലാം കിട്ടുന്ന റേറ്റ്. നമ്മളത് 23 രൂപയ്ക്ക് കൊടുക്കുന്നു. അതും നമുക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ചിലവർ വർഷങ്ങളായിട്ട് ചില ശീലങ്ങൾ ചില കർഷകർക്കുണ്ട്. അവർ ആ ബോൺ മീലും വേപ്പമിണ്ണാക്കും ഒക്കെ ആ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഉപയോഗിച്ചവർ ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ തന്നെ മതി എന്ന് പറയുന്ന കർഷകരുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇപ്പോഴും ആ പ്രോഡക്റ്റ് നിലനിർത്തി പോകുന്നത്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ബോൺ പൗഡറാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കി ഇത് മണ്ണിൽ പെട്ടെന്ന് ലയിച്ചു തരും.
വിളകൾ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കൂടുതൽ കിട്ടും എന്നെല്ലാം നമ്മൾ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. മനസ്സിലാക്കിയ ആൾക്കാരും ഉപയോഗിച്ച ആൾക്കാരും വീണ്ടും ഇതിലോട്ട് വരുന്നത്. ഓക്കെ, പഴയ ആൾക്കാർ അല്ലേ, പക്ഷേ ഇതിന് റിസൾട്ട് ഉണ്ട്, അവർക്കറിയാം, എന്താ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നതല്ലേ, അപ്പൊ അവർക്ക് മാറാൻ ഒരു മടിയുണ്ടാവും. ഇത് നമ്മുടെ വേപ്പ് മിണ്ണാക്കാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ വേപ്പ് മിണ്ണാക്ക് പ്രൊഡക്ഷൻ ചെയ്ത് തുടങ്ങിയ ഒരു കമ്പനിയാണ്. ആദ്യത്തെ ഞങ്ങളുടെ കമ്പനിയുടെ സൺ ബ്രാൻഡിൻ്റെ വേപ്പ് മിണ്ണാക്ക് എന്നാണ് ഞങ്ങളുടെ ഒരു തുടക്കം. അപ്പോൾ ഇപ്പോഴും ആ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ മൂവിങ് ആണ്, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. അതിൽ 2 ക്വാളിറ്റി ഉണ്ട്. അത് ഒന്ന് സ്റ്റാൻഡേർഡ് എന്ന് പറയും, അതായത് അതൊരു വില കുറഞ്ഞത്, അതായത് മാർക്കറ്റിൽ ഇത്രയും റേറ്റ് കുറഞ്ഞ ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റും കൂടെയാണ്. അതിൻ്റെ വില എന്ന് പറയുന്നത് 18 രൂപയാണ്. അത് കഴിഞ്ഞ വർഷവും അതേ റേറ്റ് ആയിരുന്നു. ഈ വർഷം നമ്മൾ വിലയൊന്നും മാറ്റിയിട്ടില്ല. മാർക്കറ്റിൽ എത്ര വിലയുണ്ട് സർ? ഇതിപ്പോ 35 രൂപയ്ക്കാണ് മാർക്കറ്റിലെ വില. 35 രൂപ മാർക്കറ്റിൽ വിലയുള്ളതാണ്, ഇവിടെ വെറും 18 രൂപയ്ക്ക് കൊടുക്കുന്നത്. സർ, പിന്നെ ഇതിൽ സ്റ്റിക്കർ കണ്ടല്ലോ, എന്താ സംഭവം? ഇത് നമ്മുടെ ഇതിന്റെ ഏറ്റവും, ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു പോയിരുന്നു, ഏറ്റവും ഹൈ ക്വാളിറ്റി നീം സീഡിൽ ഉണ്ടാക്കുന്ന വേപ്പ് മിണ്ണാക്കാണ്. അത് ഞങ്ങൾ പ്രീമിയം ബ്രാൻഡിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. സൺ ബ്രാൻഡിന്റെ പ്രീമിയം വേപ്പും പിണ്ണാക്ക്. ഈ വേപ്പ് പിണ്ണാക്ക് നമ്മൾ കൊടുക്കുന്ന വില 25 രൂപ. ഇത് പൗഡർ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പൗഡർ ആക്കി കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ ചാർജ് ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇടുക്കി പോലുള്ള മറ്റ് മേഖലകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പൗഡർ ഫോമിലാണ് പോകുന്നത്, പൗഡറായിട്ട്. അപ്പോൾ അത് നമ്മൾ ഇതിനെ നേരെ പൗഡറാക്കി, വില ഒരു വ്യത്യാസമില്ല, അതേ വിലയിൽ തന്നെ പൗഡറാക്കി. പ്രീമിയത്തിന് നമുക്ക് മാർക്കറ്റിൽ എത്ര വിലയുണ്ട് ഇപ്പോൾ? പ്രീമിയം 45 to 50 രൂപ വരെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഓരോ പ്രോഡക്റ്റ്, എന്താ ഈ പ്ലസ് എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഈ പുതുതായിട്ട് വരുന്ന എല്ലാം അതിന്റെ റിസൾട്ട് പ്രത്യേകം മാറി തന്നെ നിൽക്കും അല്ലേ? അത് സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കസ്റ്റമർ കൃത്യമായിട്ട് എന്താണ് അതെന്ന് കൃത്യമായിട്ട് വിളിച്ച് ചോദിക്കും അല്ലേ? നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു പ്രോഡക്റ്റിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു, അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു വിട്ടതാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും സാറ് പറയുന്നത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കസ്റ്റമർ എനിക്ക് ലഭിച്ചത് ഈ ഒരു പ്രോഡക്റ്റിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് പറഞ്ഞു. പ്രോഡക്റ്റിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ പ്രൈസ്, പിന്നെ അതിലടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ് അതിലടങ്ങിയിരിക്കുന്നത്, എന്തൊക്കെ ചേർന്ന് ആണ് ഈ വളം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇത് നിർമ്മിക്കുന്നത് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞ് ബോധിപ്പിച്ചു. അപ്പോൾ ഇതിപ്പോൾ സമൃദ്ധി, നമ്മുടെ ഏറ്റവും വളരെ നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമൃദ്ധിയിൽ നമ്മൾ ചാണകം, കോഴിക്കാഷ്ടം, ആട്ടുംകാട്ടം, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, വെർമി കമ്പോസ്റ്റ്, ചകിരിച്ചോറ്, ഇങ്ങനെ 7 കൂട്ടം ചേർന്നതാണ് സമൃദ്ധി. ഈ സമൃദ്ധി അത് ഏറ്റവും കൂടുതൽ കർഷകർക്ക് റിസൾട്ട് കിട്ടിയതും ഏറ്റവും കൂടുതൽ ആൾക്കാർ വീണ്ടും 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 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട്, അതായത് ഞങ്ങളുടെ ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസിൽ ഒത്തിരി സമൃദ്ധിയെക്കുറിച്ചിട്ട് പറയാനുണ്ട്. വീണ്ടും വീണ്ടും എടുക്കുന്നു. ഇപ്പം ഞങ്ങളുടെ എറണാകുളം ജില്ല പോലുള്ള ഒരു വലിയ ജില്ലയിലെല്ലാം റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന ഒരു കർഷക ഗ്രൂപ്പ് തന്നെ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു വർഷം ഒരു പ്ലാന്റിന് 300-400 രൂപ ചിലവാക്കി 5 കിലോനോ 6 കിലോനോ മാർക്കറ്റിൽ നിന്ന് 40 രൂപയ്ക്കും 50 രൂപയ്ക്കും വാങ്ങിച്ച് വിലയിടുന്ന അതേ സ്ഥലത്ത് ഞങ്ങൾ സമൃദ്ധി കൊണ്ടുപോയി 5 കിലോ ഇടുന്ന സ്ഥലത്ത് 20 കിലോ അതിന് ഇടുന്നു. ആ 20 കിലോ ഇടുന്ന സമയത്ത് ഞങ്ങൾക്ക് ആകെ വരുന്നത് 100-160 രൂപ ചിലവേ ഉള്ളൂ. ആ 160 രൂപ ചിലവ് വരുമ്പോൾ 300-400 രൂപ ചിലവാക്കി വരുമ്പോൾ 11 കിലോ ഈൽഡ് കിട്ടുമ്പോൾ 20 കിലോ ആയിട്ട് ചെയ്യുമ്പോൾ 20-നും 22 കിലോ ഈൽഡ് റിസൾട്ട്. എക്സ്പോർട്ട് എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എക്സ്പോർട്ട് ചെയ്യുന്ന ആ പ്രോഡക്റ്റിൽ ആ മാംസളമായിട്ടുള്ള ഭാഗം നന്നായിട്ട് വരുന്നുണ്ട്. സമൃദ്ധി ഉപയോഗിക്കുമ്പോൾ ആ തൂക്കം കൂടുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഇത് കിട്ടുന്നുണ്ട്, വില കുറവാണ്. അത്തരം നല്ല കമൻറ്റുകളും നല്ല ഫീഡ്ബാക്കുകളും അതുപോലെ തന്നെയാണ് കർണാടക മേഖലയിൽ. ഞാൻ വീണ്ടും വീണ്ടും പറയണം, കർണാടക തമിഴ്നാട് മേഖലയിൽ അടയ്ക്ക കൃഷിക്കാർ, ഇഞ്ചി കൃഷിക്കാർ എല്ലാം ബൾക്കായിട്ടാണ് നമ്മുടെ സമൃദ്ധിയെ കൊണ്ടുപോയി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ വിലയിലോട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർന്ന ഈ ഒരു വളം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും റിസൾട്ട് ചേർന്ന ഈ ഒരു വളത്തിന് കിലോയ്ക്ക് എത്ര രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്? ഇവിടെ ഇത് 8 രൂപയാണ് ചാർജ് ചെയ്യുന്നതാണ്. 8 രൂപയാണ് ചാർജ് ചെയ്യുന്നതും. ഇങ്ങനെ ഇത്ര വില കുറഞ്ഞ് കൊടുക്കാൻ
എങ്ങനെ നിങ്ങൾക്ക് കഴിയും എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഭീഷണി വരുന്നതും ഈ ഈ ഒരു പ്രോഡക്റ്റിനാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ഈ ഒരു സ്ഥാപനമുള്ള കാരണം, അതിൻ്റെ ഒരു കാരണം തന്നെ വേണമെങ്കിൽ ഞാൻ വിശദീകരിച്ച് പറയാം. ഈ ലോക്കലായിട്ടുള്ള ഒരുപാട് ഫാമുകളും അതുപോലെ തന്നെ കോഴി, ആട് എന്നിവ ഇവിടെ ഈ പ്രദേശങ്ങളിലെല്ലാം ധാരാളം നമുക്ക് ചീപ്പായിട്ട് ഈ വളങ്ങൾ നമുക്ക് അവൈലബിളാണ്. ചാണകം ആയിക്കോട്ടെ, കോഴി ആയിക്കോട്ടെ, ആട്ടുംകാട്ടം ആയിക്കോട്ടെ, ഇതെല്ലാം ഞങ്ങൾ സീസണിൽ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യും. ഞങ്ങൾക്ക് ഇതിനായിട്ട് ഒരു ടീമുണ്ട്. ഇത് ഞങ്ങളുടെ വണ്ടിയുണ്ട്. ഞങ്ങളുടെ വണ്ടി പോയി ഞങ്ങൾക്ക് പർച്ചേസ്. ഞങ്ങൾക്ക് ബാക്കി ഏത് ജില്ലയിൽ വളം ഉണ്ടാക്കുന്ന കമ്പനിക്കാരെക്കാളും ഞങ്ങൾക്ക് ലാഭത്തിന് കിട്ടും. ബാക്കിയുള്ളവരെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഇത്രയും ട്രാൻസ്പോർട്ടിങ് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് 3-4 രൂപയുടെ വ്യത്യാസം വരും. ഒരു 10 ടണ്ണിൽ 30,000-40,000 രൂപയുടെ ഡിഫറൻസ് മറ്റു ജില്ലക്കാർക്കും നമുക്കും പാലക്കാട് ബോർഡറിലിരിക്കുന്ന ഞങ്ങൾക്കും തമ്മിൽ വ്യത്യാസം ബാക്കിയുള്ളവർക്ക്. അപ്പോൾ അത് കൂട്ടി അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ചാലഞ്ച് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ അത്തരം കാര്യങ്ങൾ. പിന്നെ വേപ്പ് പിണ്ണാക്ക് പുറത്തുനിന്ന് ഞങ്ങളല്ല പർച്ചേസ് ചെയ്യുന്നത്, ഞങ്ങൾ തന്നെ പ്രൊഡക്ഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം ഇതിൽ ചേരുമ്പോൾ ഞങ്ങൾക്കൊരു അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഇവർക്ക് അറിയേണ്ടത്. അതാണ് അറിയേണ്ടത്. അതിനാണ് ഞങ്ങളെ ഭീഷണി, പലതരത്തിലുള്ള ഭീഷണി പെടുത്തുന്നത്. അതാണ് ഈ സമൃദ്ധി എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ മൂവിങ് ആയെന്ന് പറഞ്ഞല്ലോ അല്ലേ? മൂവ് ആയത് പറഞ്ഞു. അപ്പോൾ ഈ ഐറ്റം ഏതാ? പുതിയൊരു പ്രോഡക്റ്റും കൂടെ നമ്മൾ മാർക്കറ്റിൽ ഇറക്കുകയാണ്, സമൃദ്ധി പ്ലസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ഈ സമൃദ്ധി പ്ലസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ 8 ഐറ്റത്തിന് മേലെ ഇനിയൊരു ഐറ്റം എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെയാണ് നമ്മുടെ ഈ 8 ഐറ്റവും മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ 4 തരം പിണ്ണാക്കുകൾ. 4 തരം പിണ്ണാക്ക്, അതിൻ്റെ കൂടെ വേറെ 1-2 ഐറ്റം കൂടെ. അതായത് 4 തരം പിണ്ണാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ സമൃദ്ധി പ്ലസ് എന്ന് പറയുന്നതിൽ ഈ പ്ലസ് എന്ന് ഞങ്ങളതിന് പേരിടാൻ കാരണം തന്നെ കടലപ്പിണ്ണാക്ക്, സ്പഷ്ടമായിട്ട് ഞാൻ പറയട്ടെ, കടലപ്പിണ്ണാക്ക് ഇതിൽ കൂടുതൽ മിക്സ് ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് വരുന്ന സമൃദ്ധി പ്ലസ് എന്ന് പറയുന്ന വളത്തിൽ കടലപ്പിണ്ണാക്ക്, അതേപോലെ തന്നെ ആവണക്കം പിണ്ണാക്ക്, അതുപോലെ തന്നെ എള്ളും പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, ഇതിനെല്ലാം പുറമെ ബയോ പൊട്ടാഷ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും സമ്പുഷ്ടമായിട്ടുള്ള ഒരു മാർക്കറ്റിൽ ഒരു വളം നമ്മൾ ഇറക്കുകയാണ്, ഹൈ ക്വാളിറ്റി ഉള്ളത്. ഹൈ ക്വാളിറ്റി പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഇഞ്ചി കൃഷിക്കാർക്കൊക്കെ ഈ വളരെ പ്രോട്ടീൻ കൂടിയ, അതായത് കടലപ്പിണ്ണാക്ക് പോലുള്ള ഇത് അവർക്ക് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമൃദ്ധിയിൽ കടലപ്പിണ്ണാക്കും മറ്റ് പിണ്ണാക്കുകളും 3-4 തരം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പിണ്ണാക്കുകളെല്ലാം ചേർത്തിക്കൊണ്ട് ഈ പ്രൊഡക്റ്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ ഇത് പുറത്ത് നമ്മളിതൊരു ഒരു ഡീലർ മുഖാന്തരം കൊടുക്കുകയാണെങ്കിൽ ഒരു 50 രൂപ മുതൽ 60 രൂപയ്ക്ക് ഈ സാധനം കൊടുക്കാൻ പറ്റും. അത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 30 രൂപയ്ക്കാണ്. 30 രൂപ ഡയറക്റ്റ് കസ്റ്റമർക്ക് 30 രൂപയ്ക്ക് സമൃദ്ധി പ്ലസ് എന്ന് പറഞ്ഞ് ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കും. ഈ ഒരു പ്രൊഡക്റ്റാണ് മുമ്പ് ഉണ്ടായിരുന്നത്, അപ്പോഴാണ് ഇത്രയും ഭീഷണി വന്നത്. ഇനിയിപ്പോൾ ഇതും കൂടെ വരുമ്പോഴേക്കും എങ്ങനെയായിരിക്കും അല്ലേ? എന്തായാലും കരുതിയിരിക്കുന്നുണ്ട്. വിളിക്കേണ്ടവർ വിളിക്കുക അല്ലേ? തീർച്ചയായും. അവർ ചെയ്യേണ്ട അവർ ചെയ്യട്ടെ, നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോകും. നമുക്ക് മുന്നോട്ട് തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാർമേഴ്സിൻ്റെ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. വലിയ ഫാർമേഴ്സ് ഗ്രൂപ്പുകൾ നമ്മളെ സമീപിക്കാറുണ്ട്. അവർ ഗ്രൂപ്പായിട്ട് ഇവിടെ വരാറുണ്ട്. അവരുടെ ആവശ്യങ്ങൾ പറയാറുണ്ട്. അവർക്ക് മൊത്തമായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യാറുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വേളയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുക. ഞാൻ അന്ന് വന്നപ്പോൾ സാറിൻ്റെ മുഖത്ത് ഈ ഒരു ചിരി ഉണ്ടായിരുന്നു, ഇന്ന് വന്നപ്പോഴും ആ ചിരിയുണ്ട്. ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഭീഷണിയൊക്കെ വന്നപ്പോഴേക്കും ആകെ കയ്യിൽ നിന്ന് പോകുന്ന വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴും സാർ കൃത്യമായിട്ട് പ്രോഡക്റ്റുകൾ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ പഴയ വിലകൾ പുതിയ പ്രോഡക്റ്റുകൾക്ക് മാത്രം ചെറിയ രീതിയിൽ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ നമുക്ക് ബാക്കി ഒന്നും വ്യത്യാസമേ വന്നിട്ടില്ല. കർഷകർക്ക് വളരെയേറെ ഉപകാരപ്രദമായ ഒരു പ്രോഡക്റ്റാണ് നീം ഓയിൽ എന്ന് പറയുന്നത്. പക്ഷേ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കൂടുതലും ഇപ്പോൾ മാർക്കറ്റിൽ മായമാണല്ലേ സാർ? മായം കലർന്നാണ് വരുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത? ഞാൻ ഈ പ്രോഡക്റ്റ് നമ്മളിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസിൻ്റെ ഒരു പുതിയ പ്രോഡക്റ്റ് അല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. ഓൾറെഡി നമ്മൾ വേപ്പ് പിണ്ണാക്ക് പ്രൊഡക്ഷനിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് കിട്ടുന്ന ഈ വേപ്പിൻ്റെ ഓയിൽ ഞങ്ങൾ ഇത്രയും കാലം വലിയ ആയുർവേദ കമ്പനികൾക്ക്, അതുപോലെ ഉഴിച്ചൽ കേന്ദ്രങ്ങൾക്ക് എന്നിവയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ഇരുന്നത്. ഇപ്പം ആദ്യമായിട്ട് പ്രത്യേകിച്ച് പരസ്യങ്ങളായിട്ട് വലിയ ബാരലുകളായി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു.
ഇപ്പം നമ്മൾ ഇതിനെ മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ തന്നെയാണ്, മായം കലർന്ന എണ്ണയുടെ അതിപ്രസരം കാരണം നമ്മൾ പുതിയതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങാൻ നിർബന്ധിതരായി തീർന്നിരിക്കുകയാണ്. കർഷകർക്ക് റെസ്പോൺസ് എന്തായാലും കിട്ടുന്നില്ല. അതൊക്കെ അതുപയോഗിച്ചിട്ട് നമ്മുടെ ഇപ്പോൾ ഈ കിഴക്കൻ മേഖലയിലുള്ള പച്ചക്കറി കൃഷിക്കാർക്കൊന്നും വേണ്ട വിധത്തിലുള്ള ഗുണം കിട്ടുന്നില്ല. ഏറ്റവും കൂടുതൽ ഇത് പച്ചക്കറിക്കാണ് സാധാരണ ഉപയോഗിക്കുന്നത്. നല്ലൊരു ജൈവ കീടനാശിനിയാണ്. ഒരു ബയോ പെസ്റ്റിസൈഡ്, അതായത് നമ്മുടെ എന്താ പറയുക, കീടനാശിനി എന്ന് പറയില്ല, നമ്മൾ പെസ്റ്റിസൈഡ്, ശരിക്കുള്ള പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നതിനേക്കാളും എക്കോ ഫ്രണ്ട്ലിയാണ് ഇത്. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഹെൽത്തിന് പ്രോബ്ലം ഇല്ല, ചെടികൾക്കും അതുപോലെ തന്നെയാണ്, യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. പിന്നെ ഇതിന് നമ്മുടെ വേപ്പ ഓയിലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് കാർഷികപരമായിട്ട് മാത്രമല്ല ഇത് ഉപയോഗിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്യൂരിറ്റിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. ഇത് നമ്മുടെ ഈ ആയുർവേദ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യർ പണ്ടുകാലം മുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നില്ലേ പല കാര്യങ്ങൾക്ക്, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സ്കിൻ ഡിസീസ്, നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾക്കും ഈ സാധനം ധൈര്യമായി ഉപയോഗിക്കാം. അപ്പോൾ അതെന്താ ഇത്രയും സ്പഷ്ടമായിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്യൂരിറ്റിയാണ്. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലും ഉപയോഗിക്കാം. ഒന്ന്, കാർഷിക ആവശ്യങ്ങൾക്കായിട്ടും ഉപയോഗിക്കാം. നമുക്ക് നമ്മുടെ എന്താ പറയുക, ആരോഗ്യപരമായിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ട ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക്, അത്തരം അസുഖങ്ങൾക്ക്, അതിനെല്ലാം ഉപയോഗിക്കാൻ പ്യുവറായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് നമ്മുടെ എന്ന് ഞാൻ സംശയം ഇത് പറയുന്നു. സാറേ, മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ബോട്ടിലിൽ PPM എന്ന് പറഞ്ഞിട്ട് ഒരു കൗണ്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതെന്താ സംഭവം? ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ എന്നാണ് ഈ PPM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ PPM ആണ് അതിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും ലോ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 300-നും 500-നും ഇടയിലുള്ളതാണ്. ആ 300-നും 500-നും ഇടയിൽ ലോയിൽ കിട്ടുന്ന സാധനത്തിന് ഇപ്പം നമ്മുടെ ഈ നീമിൻ്റെ, അതായത് നമ്മുടെ മീഡിയം റേഞ്ചിലുള്ള ഈ നീമിൻ്റെ, സൺ നീം ഓയിലിൻ്റെ വിലയുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്നത് മീഡിയം റേഞ്ചിലുള്ളതാണ്. അതപ്പോൾ ആ റേഞ്ച് ഞാൻ മൂന്നും വിശദീകരിച്ച് പറയാം. 300-നും 500-നും ഇടയിൽ എന്ന് പറയുന്നത് ലോ റേഞ്ചും, 1000-നും 3000-നും ഇടയിൽ നിൽക്കുന്നത് ഒരു മീഡിയം റേഞ്ചും, 3000 മുതൽ 5000 വരെയുള്ളത് ഹൈ റേഞ്ചുമാണ്. അപ്പം നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1500-നും 3000-നും ഇടയിൽ PPM ഉള്ള ക്വാളിറ്റി പ്രോഡക്റ്റാണ്. അപ്പോൾ ശരിക്ക് ഈ നീം ഓയിലിൻ്റെ യഥാർത്ഥ വില നമ്മൾ ശരിക്ക് മറ്റേ ഒരു ഡീലറുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ, ഇത്രയും ഒറിജിനലും ഇത്രയും നല്ല PPM ഉള്ള ഈ സാധനം വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1400 രൂപയെങ്കിലും മാർക്കറ്റിൽ വില ഉണ്ട്. അതാണ് നമ്മളിവിടെ 1 ലിറ്റർ 700 രൂപയും, 1/2 ലിറ്റർ ബോട്ടിലുകളായി നമ്മൾ 1/2 ലിറ്റർ ബോട്ടിൽ മാത്രമേ ഉള്ളൂ, അത് 350 രൂപയ്ക്ക് നമ്മളിവിടെ കർഷകർക്ക് 350 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഈ ഒരു ബ്രാൻഡിന്റെ കീഴിലുള്ള ഏത് പ്രോഡക്റ്റ് എടുത്താലും നിങ്ങൾക്കറിയാം എല്ലാത്തിനും വിലക്കുറവാണ്. കൂടാതെ ഞങ്ങൾ ഫാക്ടറിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നേരിട്ട് കസ്റ്റമറിലേക്കാണ് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ക്വാളിറ്റി കുറഞ്ഞ, നിങ്ങൾ ഇനി വാങ്ങി പോലും ചെക്ക് ചെയ്യാം. ഞങ്ങൾ ഈ പറഞ്ഞ കൗണ്ട് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് ലോ ക്വാളിറ്റി സാധനം, അത് മായം കലർന്നത്, അതാണ് 400-500 രൂപ വില വരുന്നത്. പക്ഷേ ഇത് എന്താ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്, നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ 350 രൂപ 1/2 ലിറ്റർ ബോട്ടിലല്ലേ? ഓക്കെ. അപ്പോൾ ഇനി ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാം. ഇത് നമുക്ക് കൊറിയർ സൗകര്യമുണ്ട്. അയച്ചു കൊടുക്കാമല്ലോ? അയച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ എങ്ങോട്ടേക്കാണെങ്കിലും ഇവിടുന്ന് കൊറിയർ സൗകര്യമുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും വിളിക്കുക. സൺ ബ്രാൻഡിൻ്റെയാണ്. സൺ ഓർഗാനിക് നീം. ഓക്കെ. 350 രൂപ. ഞങ്ങൾ വളത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോഴേക്കും ഇങ്ങനെ തെങ്ങിൻ തൈ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് സാറ് അങ്ങനെ ഒരുപാട് പേരിലേക്ക് സെയിൽ ചെയ്യണം എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള കർഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. സാർ ഇത് TND ആണ്. നമുക്ക് വർഷം കഴിയുമ്പോഴേക്കും കായ്ക്കും. ഓക്കെ. ഗ്രോ ബാഗിലാണ് നട്ടേക്കുന്നത്. ഗ്രോ ബാഗിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. എത്രയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടെ? ഈ റേറ്റിന് ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. 65 രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. ഓക്കെ. നമുക്ക് ഞങ്ങൾ സ്ഥിരമായിട്ട് നഴ്സറി വീഡിയോ ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം വിലകൾ, ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ വീഡിയോ കാണാൻ നിങ്ങൾക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് എന്താ
അങ്ങനെ കാണിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിന്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചാൽ മതി. നല്ലൊരു ഏരിയയിൽ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അത്യാവശ്യക്കാർക്ക് വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ 65 രൂപയ്ക്ക് തന്നെ തരാൻ വേണ്ടി റെഡിയാണ്. പക്ഷേ ഈ 65 രൂപയ്ക്ക് ഡെലിവറി അല്ല, ഇവിടെ വന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ ബൾക്കായിട്ട് തോട്ടത്തിലൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് T/D 65 രൂപയ്ക്കാണ്. ഇത് നമ്മുടെ ചെയ്ത വീഡിയോ വളമായിട്ട് ബന്ധമൊന്നുമില്ല, ആവശ്യക്കാർക്ക് തരാൻ ഞങ്ങൾ റെഡിയാണ് ഇല്ലേ? സാർ, ഈ ഒരു ഫാക്ടറിക്ക് ഡെലിവറി സൗകര്യം ഉണ്ടോ? തീർച്ചയായിട്ടും ഡെലിവറി സൗകര്യമുണ്ട്. ഓക്കെ. ഒരു പ്രത്യേക കാര്യം ഇതിൽ പറയട്ടെ, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഇപ്പോൾ തിരുവനന്തപുരം മേഖലയിൽ നിന്നാണ് നമുക്ക് ഒരു കോള് 50 കിലോനോ അല്ലെങ്കിൽ 100 കിലോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമുക്ക് ബുക്ക് ചെയ്യണം വളം. നമുക്ക് പാലക്കാടിൽ നിന്ന് 100 കിലോ ആയിട്ട് നമുക്ക് വണ്ടിയിൽ അങ്ങോട്ട് എത്തിക്കാൻ സാധിക്കില്ല. 100 കിലോന് വേണ്ടി ഒരു വണ്ടി ഇവിടുന്ന് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ ആ ഏരിയയിൽ തിരുവനന്തപുരം ഒരു 40 കിലോമീറ്റർ സർക്കിളിൽ നമുക്ക് നമ്മുടെ കുഞ്ഞു വണ്ടിയിൽ 4 ടണ്ണ് ആ മേഖലയിൽ ഒരു 4 ടണ്ണ് നമുക്ക് എല്ലാവരുടെയും കൂടെ ഓർഡർ വരുമ്പോൾ ഈ 100 കിലോ ഉള്ള ആൾക്കും കൊടുക്കാം, 50 കിലോ ആൾക്കും കൊടുക്കാം, 500 കിലോ ഓർഡർ ചെയ്തവർക്കും കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഓരോ ജില്ലകളായിട്ട് വണ്ടികൾ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഓർഡർ ചെയ്ത് ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ സാധനം എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ 1 മാസം 1.5 മാസവും കഴിഞ്ഞിട്ട് ചിലപ്പോൾ എത്തിക്കാൻ സാധിക്കും. ചിലപ്പോൾ വിളിച്ച് അടുത്ത ദിവസം എത്തിക്കാനുള്ള വണ്ടി ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുമായിരിക്കും. 4 ടണ്ണ് തികയാതിരിക്കും. അപ്പോഴാണ് ഒരാൾ വിളിച്ച് 200 കിലോ ഓർഡർ തരിക. ആ സമയത്ത് ഓക്കെ ആയി വണ്ടി വിടും പിറ്റേ ദിവസം. അങ്ങനെ ഡെയിലി ഇവിടുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിലേക്ക് അടക്കം മറ്റ് സ്റ്റേറ്റുകളിലേക്ക് അടക്കം നമ്മുടെ ലോഡ് പോകുന്നുണ്ട്. ചെന്നൈ വരെയും നമ്മൾ 5 ടണ്ണുമായിട്ട് അടക്കം ഡെലിവറി കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഡെലിവറി സൗകര്യമുണ്ട്. സാർ പറയുന്നതെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ക്വാണ്ടിറ്റികൾ ചോദിച്ചു കഴിഞ്ഞാൽ സാറിന് ഇവിടുത്തെ പാലക്കാട് നിന്ന് നമ്മുടെ അവിടെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാർ ഓർഡർ കണക്ട് ചെയ്തിട്ട് ഒരു ലോഡ് ആകുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ആ ജില്ലയിലോ ആ ഏരിയയിലോ ഒരു ലോഡ് ആകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വണ്ടി അയക്കും. അപ്പോൾ അതുകൊണ്ട് ഡെലിവറി സൗകര്യമുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള മനസ്സും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുത്തെ പ്രോഡക്ട്സ് വിലക്കുറവിൽ തന്നെ ലഭിക്കുന്നതാണ്.